Arise, 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 ask of you, one thing that we desire, that as we worship you, Lord, come and change our lives. Arise, 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 take your place, be enthroned on our praise. Arise, King of Kings, Holy God, as we sing. Arise, arise, കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഹോപ്പ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ധാരാളം അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഒരു വാക്ക് ആരംഭത്തിലെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു വാക്ക് പറഞ്ഞാട്ടെ. കർത്താവേ, ഇന്ന് നീ എന്നോട് സംസാരിക്കണം, ഇന്ന് നീ എന്നെ തൊടണം, ഇന്ന് ഞാൻ അഭിമുഖിക്കുന്ന വിഷയത്തിലേക്ക് നിൻ്റെ കൈ ഇറങ്ങി വരണം. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ് നിൻ്റെ കുഞ്ഞുങ്ങളുടെ അകത്ത് അത് ചെയ്യാൻ തുടങ്ങുന്ന കൃപയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവ്. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ മുമ്പിലെ TV സ്ക്രീനിലേക്ക് നിങ്ങൾ കണ്ണുവെട്ടാതെ ശ്രദ്ധിച്ചിരിക്കുക. ദൈവം നിങ്ങളെ ഇന്ന് പകൽ ശക്തമായി സ്പർശിക്കും. ആമേൻ. യോഹന്നാനോട് വ്യക്തിപരമായി ചോദിച്ചാൽ പറയൂ, ഇതുപോലെ അധികാര പൂർണ്ണതയ്ക്കകത്ത് നിൽക്കുന്ന ഒരു യൗവനക്കാരനെ ഞാൻ എൻ്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന സമൂഹത്തോട് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ, നിന്റെ ഏതു പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയുന്ന ഏറ്റവും അധികാരമുള്ള ഒരേ ഒരാളെ ഉള്ളൂ, അത് നസ്രയനായ യേശു. യേശുവിനോടുള്ള ഈ വ്യക്തിത്വത്തിന്റെ പ്രഭയ ആരും ചെന്നിരിക്കാത്തടുത്ത് യോഹന്നാനെ കൊണ്ട് ഇരുത്തിയത്. ഇടിച്ച് നിൽക്കുക, തൊട്ടടുത്തിരിക്കാൻ. ആ മാർവിടത്തിലോട്ട് കൊണ്ട് തല ചായ്ച്ചു വെക്കുമ്പോൾ യോഹന്നാൻ അനുഭവിക്കുന്ന കെയറിങ് ആൻഡ് ഷെയറിങ്, അവൻ അനുഭവിക്കുന്ന സംരക്ഷണവും കർത്താവിൽ നിന്നുള്ള ഷെയറിങ്ങും, ഇത് രണ്ടും അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ കാര്യം, വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിൻ്റെ ജഡമനുഷ്യനെ പറ്റി ആധികാരികമായിട്ട് യോഹന്നാന് ബോധ്യമായി. ഇന്ന് രാത്രിയിൽ നാൽപ്പാത്തിമല ഇത് അറിയണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യേശു എല്ലാവരെയും പോലെ ജനിച്ചയാളല്ല, യേശു എല്ലാവരെയും പോലെ ജീവിച്ചയാളല്ല, യേശു എല്ലാവരെയും പോലെ പ്രവർത്തിച്ചയാളല്ല, യേശു എല്ലാവരെയും പോലെ നടന്നയാളല്ല. ലോക ചരിത്രത്തിൽ ഇതുവരെ ആരും ജനിക്കാതെ വണ്ണം ജനിച്ചോ, ലോക ചരിത്രത്തിൽ ഇതുവരെ ആരും പ്രവർത്തിക്കാതെ വണ്ണം പ്രവർത്തിച്ചോ, ഇതുവരെ ആരും മരിക്കാതെ വണ്ണം മരിച്ചവനാ നസ്രയനായ യേശു. യേശുവിനുള്ള ആ പ്രത്യേകതയാണ് ഒന്നാമതായിട്ട് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. അതെന്റെ സുവിശേഷത്തിന്റെ അകത്ത് വളരെ മനോഹരമായിട്ട് അപഗ്രഥിച്ചിരിക്കുകയോ. പിന്നെ താൻ ഇതെല്ലാം കണ്ടു. ഇത്ര അധികാരപൂർണനായ ഒരു യുവാവിനെ കണ്ടപ്പോൾ ഇച്ചിരിയുടെ ഇന്റിമസി തോന്നി. പിന്നെയും ഓരോ ദിവസവും ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രഭാതത്തിൽ കർത്താവ് നിന്നുകൊണ്ട് പറയുകയാ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ന്യായപ്രമാണത്തിന്റെ പിടിച്ചാ കിട്ടാത്തതായിരിക്കുന്ന, പൊട്ടിക്കാൻ പറ്റാത്തതായ വലിയ സംഭവങ്ങൾ തലയ്ക്കകത്ത് തിരികെ വെച്ചിരിക്കുന്ന ഒരധ്യാപകരും ഒരു പ്രമാണിമാരും പറയാത്തൊരു പ്രസ്താവന യേശു തന്റെ ജഡത്തിനകത്ത് നിന്നുകൊണ്ട് പറയുകയാ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അടുത്ത പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. പിന്നെ പറയുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു പറഞ്ഞ ഒരു പ്രസ്താവനയെ
കർത്താവിനെ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ, ആരെങ്കിലും അതിനെ തകിടം മറിക്കുന്നുണ്ടോ എന്ന് യോഹന്നാൻ തന്റെ കണ്ണു പരതിയപ്പോൾ അതിനെതിരെ വന്ന് നിൽക്കാനോ അതിനെതിരെ പറയാനോ ഒരുത്തനെ പോലും കാണാതെ വന്നപ്പോൾ യോഹന്നാൻ ഹൃദയത്തിൽ ഉറപ്പിച്ചു, അവന്റെ പ്രസ്താവനകളെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരുത്തനും ഉലകത്തിൽ ഉണ്ടായിട്ടില്ല. ഒരാ ശക്തിയോടെ കരമുയർത്തിരെ ഹല്ലേലൂയ പറ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്നോ ചരിത്രത്തിന്റെ താളുകളിൽ ലോകത്തിന്റെ ആദാം മുതലുള്ള സന്തതി പരമ്പരകൾ ഇങ്ങോട്ട് എണ്ണിത്തുടങ്ങുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും കേൾക്കെ യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ ആ വഴി, ഞാൻ ആ സത്യം, ഞാൻ ആ ജീവൻ എന്ന് പറഞ്ഞ ആ ആശയത്തെ എതിർക്കാനോ അതിനെ ഖണ്ഡിക്കാനോ ഇതുവരെ ചരിത്രത്തിൽ ആരും എഴുന്നേറ്റിട്ടില്ല. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ തന്നെയാ. യോഹന്നാന് പിടുത്തം കിട്ടി. ജഡത്തിന്റെ അകത്ത് വെളിപ്പെട്ട ഈ യുവത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ മനുഷ്യൻ ഒത്തിരി പ്രത്യേകതയുണ്ട്. ആരും കാണാത്തതായി പ്രത്യേകത അവൻ തപ്പിപ്പോയപ്പോഴാ യോഹന്നാന്റെ സുവിശേഷം തന്നെ പുറത്തു വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് നമുക്കറിയാം. ഒന്നാമത്തെ വാക്യം വായിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നോക്കുക, ഉൽപ്പത്തി പുസ്തകം എഴുതുന്ന മോശ എന്ന് പറയുന്ന പഴയ നിയമഭക്തൻ അദ്ദേഹം എഴുതിയപ്പോൾ, പഞ്ചഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാ തുടങ്ങിയത്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇയ്യോബ് രംഗത്ത് വന്നു. അദ്ദേഹം എഴുതി വെച്ചു, ദൈവം ആകാശത്തിലെ ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും നക്ഷത്രങ്ങളുടെ ചിലതിന്റെ പേരുകൾ അദ്ദേഹം രേഖപ്പെടുത്തി. അല്പോടെ കഴിഞ്ഞപ്പോഴത്തേന് യെശയ്യാവ് രംഗത്ത് വന്നു. അയാൾ പറഞ്ഞു, ഈ മോശയ്ക്ക് കിട്ടാത്തത്, ഇയ്യോബിന് കിട്ടാത്തത് യെശയ്യാവ് എന്ന് പറഞ്ഞു. ദൈവം അനാദി നിത്യനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവം ഈ സൃഷ്ടികൾക്ക് മുമ്പ് സാത്താൻ ഉണ്ടായിരുന്നു, ദൂതന്റെ ഹൃദയത്തിൽ നഗളമുണ്ടായി, ദൂതൻ വെട്ടുകൊണ്ട് താഴെ വീണു. പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പുള്ള ചില രഹസ്യങ്ങൾ കൂടി മോശയ്ക്കോ ഇയ്യോബിനോ വെളിപ്പെടാത്തതായ രഹസ്യങ്ങൾ കൂടി അടുത്തയാളായിരിക്കുന്ന യെശയ്യാവ് എന്ന് പ്രസിദ്ധപ്പെടുത്തി. എന്നാൽ ലോക ചരിത്രത്തിൽ ഒരുത്തനും പറയാത്തൊരു വാക്ക് യോഹന്നാൻ ആദ്യം തന്നെ പറയുകയാ. മോശയ്ക്ക് കിട്ടാത്തത്, ഇയ്യോബിന് കിട്ടാത്തത്, യെശയ്യാവിന് കിട്ടാത്തത് ഒന്ന് യോഹന്നാൻ പറയുകയാ. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, അത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അത് നസ്രായനായ യേശു. സൃഷ്ടികളെ പറ്റി എല്ലാരും പറഞ്ഞു, സൃഷ്ടിപ്പിനെ പറ്റി എല്ലാരും പറഞ്ഞു, സൃഷ്ടിച്ചുണ്ടാക്കിയതിനെ പറ്റി എല്ലാരും വാദോരാതെ പറഞ്ഞു. പക്ഷെ സൃഷ്ടിച്ചവനെ പറ്റി ആധികാരികമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യോഹന്നാൻ മാത്രമാ. എന്താ കാര്യം എന്നറിയാമോ? യോഹന്നാൻ ആ 30 വയസ്സുകാരന്റെ അകത്ത് ദൈവത്വത്തിന്റെ പൂർണ്ണത കണ്ടു. അതുകൊണ്ട് മത്തായിയുടെ വീക്ഷണമോ മർക്കോസിന്റെ വീക്ഷണമോ ലൂക്കോസിന്റെ വീക്ഷണമോ അല്ല അദ്ദേഹത്തിന് കിട്ടിയത്. യേശു ദൈവമാണെന്ന് തെളിയിച്ചുകൊണ്ട് അയാൾ സുവിശേഷം എഴുതുകയാ. അപ്പോൾ ഒന്നാമതായിട്ട് യോഹന്നാൻ കണ്ടത് യേശുവിലുള്ള ജഡാവതാരം. രണ്ടാമതായിട്ട് അദ്ദേഹം പിന്നെയും കാണുകയാണ്, അല്പോടെ കഴിഞ്ഞു ഇങ്ങനെ സന്തോഷിച്ച് ഭയങ്കര ആർപ്പിന്റെ ആ ധ്വനിക്കകത്തിരിക്കുന്ന സമയത്ത് ഒരു രാത്രി കർത്താവ് ഇവരെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇവർ ക്ഷീണം കൊണ്ട് ഉറങ്ങുമ്പോൾ കഠിന വേദന കൊണ്ട് കർത്താവ് കരഞ്ഞങ്ങ് പ്രാർത്ഥിക്കുകയാ. ഇതുവരെ കർത്താവിൻ്റെ ഒപ്പം നടന്നിട്ട് യേശു കരയുന്നത് ഇവർ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ലാസറിന്റെ കല്ലറയ്ക്കകത്ത് ആ കല്ലറയുടെ മുമ്പിൽ നിന്ന് ആ കരഞ്ഞ ഭാഗം ഒഴികെ വേദനയോടെ കർത്താവ് കരയുന്നത് കണ്ടിട്ടില്ല. എന്തൊക്കെയോ അസ്വസ്ഥതകളോടുകൂടി ഗുരുനാഥൻ കരയുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അവന്റെ മുഖത്ത് അസ്വസ്ഥത, ശരീരത്തിൽ അസ്വസ്ഥത, അവന്റെ ശരീരം മുഴുവനും അവന്റെ മുഖത്ത് നിന്നറിയാം എന്തോ കഠിനമായൊരു അസ്വസ്ഥത അവനെ ഭരിക്കുന്നുണ്ട്. യോഹന്നാൻ എന്ന ശിഷ്യർ എല്ലാവരും ശ്രദ്ധിക്കുന്ന പോലെ അല്ല കർത്താവിനെ ശ്രദ്ധിക്കുന്നതെന്നോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലകളിൽ കണ്ട അധികാരത്തിന്റെ പൂർണ്ണതകളെ എല്ലാം വിട്ടിട്ട് കഠിന വേദന അനുഭവിക്കുന്ന ഒരാളെ പോലെ യോഹന്നാൻ ഇപ്പൊ കർത്താവിനെ കാണുകയാ. ആശ്ചര്യം തോന്നി യോഹന്നാന്. ഇന്നലെ കണ്ട അധികാര പൂർണ്ണ
പരിപൂർണത ഇവന്റെ മേൽ ഇല്ലല്ലോ. എന്താ ഇവൻ ഇത്രയധികം വിചാരപരവശനാകുന്നത്? എന്താണ് ഇവന്റെ അകത്ത് സംഭവിക്കുന്നത്? എന്തിനാണ് ഇത്രയും കഠിന വേദനകൾ അവന്റെ മുഖത്ത് കാണിക്കുന്നതെന്ന ചിന്താധാരയോടുകൂടി അദ്ദേഹം യേശുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം പറയാ. യേശുവിന്റെ കഠിന വേദനയ്ക്കകത്തിരുന്നുള്ള കരച്ചിൽ കാണാൻ യോഹന്നാന് പറ്റിയില്ലെങ്കിലോ ഞാൻ ഇങ്ങനെ തിരിച്ചറിയുന്നു, വേണ്ടപ്പെട്ട ഒരാൾ വിഷമിക്കാൻ തുടങ്ങിയാൽ അടുത്തില്ലെങ്കിലും അകലെയുള്ളയാൾക്ക് ഒരുപക്ഷെ അത് ശരീരം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഉറക്കത്തിൽ തന്നെ ഇന്റിമസി ഉള്ളവന് തിരിച്ചറിഞ്ഞു അവന്റെ വേദനയുടെ ആഴം. യേശുവിന്റെ ഗെത്സമനയിലെ പ്രാർത്ഥന നെഞ്ചുപൊട്ടിയുള്ള പ്രാർത്ഥനയാ. ഹൃദയം തകരുക. അവന്റെ പ്രാർത്ഥനയ്ക്കകത്ത് വിയർപ്പ് തുള്ളികൾ രക്തതുള്ളികളായി മാറുകയാ. അവന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ആ രക്തതുള്ളികൾ വീഴിച്ച വേദനയ്ക്കകത്ത് നിന്ന് യേശു എഴുന്നേറ്റ് വരുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുകയാ. തട്ടി ഉണർത്തിയിട്ട് അവരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാ പന്തവും പിടിച്ചുകൊണ്ട് ഒരുപറ്റം പടയാളികൾ വരിക. പടയാളികൾ വരുമ്പോൾ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശിഷ്യൻ വന്ന് കവിളിൽ ചുംബിച്ചിട്ട് യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ ആ സീനും യോഹന്നാൻ മനോഹരമായി നോക്കി നിൽക്കുകയാ. കൂട്ടത്തിൽ തെരഞ്ഞെടുത്തൊരുത്തൻ കവിളിൽ ചുംബിച്ച് ഒറ്റിക്കൊടുക്കുമ്പോൾ എല്ലാവരെയും പോലെ കൈമലർത്തി അടിക്കുന്ന ഒരു വ്യക്തിത്വത്തെ അല്ല ആ സമയം കർത്താവിൽ അവൻ കണ്ടത്. മറിച്ച് ഒറ്റിക്കൊടുക്കുന്നവനെയും സ്നേഹിത എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിപ്രഭയെ യോഹന്നാൻ കാണാനിടയായി. അത് നസ്രയനായ യേശുവിന്റെ സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. ഒറ്റിക്കൊടുത്തവൻ ഒറ്റിക്കൊടുത്തിട്ട് തിരിഞ്ഞു മാറുമ്പോൾ പടയാളികൾ അവന്റെ കൈ രണ്ടും തിരിച്ചു പിടിച്ച് പിറകിലേക്ക് വെച്ച് മുഷ്ടി കൊണ്ട് അവനെ ഇടിക്കുമ്പോൾ ഒരു വാക്ക് കൽപ്പിച്ചാൽ ദൂതന്മാർ ഇപ്പോൾ ഇറങ്ങോ. യോഹന്നാൻ ചിന്തിച്ച് കണ്ടേക്കോ, ഇപ്പോൾ കർത്താവ് കൽപ്പിക്കോ, സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വരോ. അടിക്കാനും ഇടിക്കാനും നിൽക്കുന്നവനല്ല ചെതറി ഓടോ എന്ന കാഴ്ച കാണാൻ ആകാംക്ഷയോടെ തന്റെ കണ്ണു പുറത്തേക്കിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന് തെറ്റിപ്പോയി. അവൻ പ്രതീക്ഷിച്ച കാഴ്ചയല്ല ഇവിടെ നടന്നത്. കാപാലികന്മാരായ പടയാളികളുടെ മർദ്ദനത്തിന് വിധേയപ്പെട്ട് യേശു തകർന്നടിയുന്ന കാഴ്ച കണ്ടപ്പോൾ അവന്റെ ഹൃദയത്തിനകത്ത് വ്യസനമുണ്ടായി. എന്റെ ഗുരുനാഥന്റെ അധികാരം എവിടെ പോയി? ഒരു വാക്കുകൊണ്ട് കാറ്റിനെ നിയന്ത്രിച്ചവൻ, ഒരു വാക്കുകൊണ്ട് ഭൂതത്തെ നിയന്ത്രിച്ചവൻ, ഒരു വാക്കുകൊണ്ട് മരിച്ചവരെ എഴുന്നേൽപ്പിച്ചവൻ, 5-6 ആരോഗ്യ ദൃഢഗാത്രന്മാരായവരുടെ കരമുഷ്ടിക്കകത്ത് എന്റെ ഗുരുനാഥൻ ഒതുങ്ങുന്നുവോ എന്ന മനോവ്യസനത്തിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു യോഹന്നാനെ നോക്കി കർത്താവ് ഒരു ചിരി ചിരിച്ചു. യോഹന്നാനെ, നീ കണ്ടതല്ല ഞാൻ, നീ കാണാത്ത ഒരു രൂപം എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നസ്രയനായ യേശുവിന്റെ സെക്കൻഡ് ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. ജഡാവതാരത്തിൽ വെളിപ്പെട്ട് അധികാരപൂർണതയ്ക്കകത്ത് നിൽക്കുന്ന കർത്താവിനെ മിക്ക ആളുകൾക്കും അറിയത്തുള്ളൂ. എന്നാൽ കഠിന വേദന അനുഭവിച്ച് മാനവകുലത്തിന്റെ പാപത്തെ ചുമക്കുന്ന അവന്റെ മറ്റൊരു മുഖമുണ്ട്. അത് ഇന്ന് രാത്രി 40 വരെ അറിയാൻ ദൈവം ആഗ്രഹിക്കുകയാ. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാര് കൂടെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞതാ. പത്രോസ് ലീഹ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, ആരൊക്കെ ഓടിയാലും ഞാൻ ഓടത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മോശക്കാരനല്ല, പക്ഷെ അദ്ദേഹം ഓടിപ്പോയി. ആരൊക്കെ ഓടിയാലും ഓടത്തില്ലെന്ന് പറഞ്ഞയാൾ ആദ്യം ഓടിപ്പോയപ്പോൾ അധികം വാചകമൊന്നും അടിച്ചില്ലെങ്കിലോ ഹൃദയത്തിന്റെ അകത്ത് ഇന്റിമസി ഉള്ളവൻ പിടിക്കപ്പെട്ടാലോ യേശുവിനോടൊപ്പം അവൻ യാത്ര ചെയ്യുകയാ. അങ്ങനെ പിൻഗമിച്ച ഒരേ ഒരു ശിഷ്യനേ ഉള്ളൂ. അത് യോഹന്നാൻ എന്ന ശിഷ്യനാ. യേശുവിനെ ഗബദയിലെ പ്രറ്റോറിയത്തിന്റെ അകത്ത് കൊണ്ടു നിർത്തുമ്പോൾ ഇന്ന് രാത്രി 40 മലത് കേൾക്കട്ടെ. ഗബദയുടെ പ്രറ്റോറിയത്തിന്റെ അകത്ത് കൊണ്ടു നിർത്തുമ്പോൾ പീലാത്തോസ് ഊറിയ ചിരിയോടുകൂടി 7 കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിക്കപ്പെട്ടിട്ട് ഒരു പാപവും കാണാത്ത കർത്താവിനെ 7ാമത്തെ പ്രാവശ്യം ന്യായം വിധിക്കാൻ വേണ്ടി പീലാത്തോസിന്റെ കൈവശം കിട്ടുമ്പോൾ പീലാത്തോസ് ഒരുപാട് ചോദ്യം ചോദിച്ചു. താൻ ചോദിച്ച ഒരു ചോദ്യത്തിനും മറുപടി നിൽക്കാതെ പറയാതെ തലകുനിച്ച് നിൽക്കുന്നവനെ കണ്ടപ്പോൾ തന്റെ അധികാര ക്കകത്ത് നിന്ന് ഒരു പുളച്ചിലോടുകൂടി ഒരു ചോദ്യം പീലാത്തോസ് അറിയാതെ തൊടുത്തുവിട്ടു. ആ ചോദ്യം ഇതാണ്, നിന്നെ വിട്ടയപ്പാൻ എനിക്ക് അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലേ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അതുവരെ തലകുനിച്ച് നിന്നവൻ തല ഉയർത്തിയിട്ട് അധികാര സ്വരത്തിൽ പറഞ്ഞു, മുകളിൽ നിന്ന് കിട്ടിയിട്ടല്ലാതെ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവർ ആ കരമുയർത്തിയിട്ട് ഹല്ലേലൂയ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്.
കുഞ്ഞെ പീലാത്തോസേ, നിനക്കെന്നെ അറിയത്തില്ല. തകർന്ന് തരിപ്പണമാകുന്ന എന്റെ ശരീരം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. എന്റെ വ്യക്തിത്വം നീ കണ്ടിട്ടില്ല. പക്ഷെ എന്റെ വ്യക്തിത്വം കാണുന്ന ചിലത് എന്നെ അനുഗമിച്ചു വരുന്നുണ്ട്. ഒരു വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ റോമൻ പട്ടണം മുഴുവനും ഇല്ലാതായനെ. ഒരു വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ നിന്റെ മുമ്പിൽ തലകുനിച്ച് എനിക്ക് നിൽക്കേണ്ടി വരത്തില്ലായിരുന്നോ? നീ പറഞ്ഞു വിട്ട പടയാളികൾ ഛിന്ന ഭിന്നമാക്കുന്ന സ്വർഗത്തിലെ ശക്തന്മാരായ ദൂതന്മാരുണ്ടായിരുന്നോ? അവിടെ ഞാൻ മിണ്ടാതിരുന്നിട്ട് ഇവിടെ തലകുനിച്ചത് കണ്ട് നീ ആള് കളിക്കാൻ നോക്കരുത്. എന്താ കാര്യം? അനുവാദം കിട്ടാതെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരാ ശക്തിയോടെ ഹാലേ പറ. ഇന്ന് രാത്രി ദൈവം അനുവദിക്കാതെ നിന്നെ തൊടാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. വിശ്വസിക്കുന്നവരുടെ കരം തട്ടി കർത്താവിന് മഹത്വം കൊടുക്കുക. ശരീരത്തെ ഭരിക്കുന്ന രോഗമാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, കഷ്ടതകളാകട്ടെ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാകട്ടെ, ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേലിയേറ്റങ്ങളാകട്ടെ, ദൈവം അനുവദിക്കാതെ നിന്നെ തൊടാൻ പറ്റത്തില്ല. എത്ര പേർക്ക് ഇന്ന് പകൽ തിരിച്ചറിയാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. പീലാത്തോസ് ന്യായവിസ്താരം നടത്തിയിട്ട് ഏറ്റവും അവസാനം അവിടെ കണ്ട വെള്ളത്തിൽ കൈ കഴുകിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പ്രത്യേക രംഗം ഒഴിഞ്ഞു മാറുകയാ. അവനെ ക്രൂശിക്കുക, ബറബാസിനെ ഞാൻ വിട്ടയക്കുന്നു എന്ന് പറഞ്ഞ് ആ രംഗത്തിന്റെ മനോഹാരിത അവിടെ അവസാനിക്കുകയാ. പക്ഷേ അയാൾ അങ്ങ് തിരിച്ചു പോകുമ്പോൾ ബറബാസ് എന്ന് പറയുന്ന മനുഷ്യൻ ഉച്ചസ്ഥലത്തിൽ നിന്ന് ഘോഷിക്കുക. എന്തുവാടാ? കർത്താവിനെ നോക്കിക്കൊണ്ട് ഒരു പുച്ഛഭാവത്തിൽ, ഒരു എന്തുവാ പറയാ, കളിയാക്കുന്ന ഭാവത്തില് കർത്താവിന്റെ മുഖത്ത് നോക്കി അവൻ തുള്ളിച്ചാടുമ്പോൾ പീലാത്തോസിന്റെ മുമ്പിൽ തല ഉയർത്തിയതുപോലെ ഒരു ഉയർപ്പല്ലായിരുന്നോ? ചെറിയൊരു ചിരിയോടുകൂടി, ആർദ്രതയുള്ള സ്നേഹത്തോടുകൂടി ആ സൈഡിൽ നിന്ന് ഇപ്പുറത്ത് നിന്ന് തുള്ളിച്ചാടുന്നവന്റെ മുഖത്തേക്ക് ചെറുതായി തല വെട്ടിച്ചൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, നീ ആനന്ദിച്ചോ മോനെ, നിനക്കും കൂടി വേണ്ടിയാ ഞാൻ ഈ പാപം ഏറ്റെടുക്കുന്നത്. അതിന്റെ അർത്ഥം 7 പ്രാവശ്യം കൊലമരത്തിൽ കയറേണ്ട നീ പുറത്തു വരുന്നത് ഇന്ന് പകൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാ. വിശ്വസിക്കുന്നവരുടെ ഇന്ന് രാത്രി കർത്താവ് പറയുകയാ, മരണത്തിന് വിധിക്കപ്പെട്ട ആരെങ്കിലും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് യേശുവിന്റെ കാൽവരി ക്രൂശിലൂടെയാ. പ്രൈസ് ദി ലോർഡ്. ആ ചിരിയുടെ അർത്ഥം ആർക്കും അറിയത്തില്ലെങ്കിലും ബറബാസിന് അറിയാം. യോഹന്നാൻ അത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അല്പോടെ കഴിഞ്ഞു നടന്ന് നീങ്ങുന്ന കർത്താവിന്റെ പിന്നാലെ യോഹന്നാൻ അനുഗമിക്കുകയോ. അവന്റെ തലയിൽ നിന്ന് രക്തമൊഴുകുന്നു, അവന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്നു. അവൻ എടുക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആ കണ്ണുകൾ കൊണ്ട് വേറിട്ടൊരു നോട്ടം നോക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാ. ചുമക്കാൻ പറ്റാത്ത ഭാരമുള്ള ഈ കുരിശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ യോഹന്നാന്റെ കണ്ണ് നിറഞ്ഞ് കവിൾത്തടത്തിലൂടെ ഒഴുകുക. അവന്റെ കണ്ണ് കലങ്ങിക്കിടക്കുന്നു. ഇന്നലെ വരെ ഗുരുനാഥനെ കുറിച്ച് ഓർക്കുമ്പോൾ ചിരിക്കുന്ന മുഖം ഇന്ന് കരയുകയാ. ആ കരച്ചിലിനകത്ത് നിന്ന് അവന്റെ ഹൃദയത്തിനകത്ത് നിന്ന് ഒരു ചോദ്യം, എന്തിനാ ഗുരുവേ നീ ഇത്ര കഷ്ടത അനുഭവിക്കുന്നത്? ഒറ്റ മറുപടിയുള്ളൂ, മോനെ നീ സന്തോഷിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കഷ്ടത അനുഭവിക്കുന്നത്. നീ ഉൾപ്പെടെ മുഴുവനത്തിന്റെ വിടുതലിന് വേണ്ടിയാ ഞാൻ ഈ കഷ്ടത അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഗബദ മുതൽ ഗൊൽഗോത്ത വരെ വീണും എഴുന്നേറ്റ് നടന്നു. 2 കള്ളന്മാരുടെ മധ്യത്തിൽ 3 ആണികളിൽ തകർക്കപ്പെടുന്ന നസ്രയനായ യേശു 7 മൊഴികൾ ഒരുത്തനും കേട്ടില്ല. പക്ഷെ 7 മൊഴികളും ക്രൂശിന്റെ താഴ്വരയിൽ നിന്ന് യോഹന്നാൻ കേട്ടു. അവന്റെ ചലനങ്ങൾ കണ്ടു, അവന്റെ നിലവിളി ശബ്ദം കേട്ടു. 7 മൊഴികൾക്കകത്ത് വരുന്നൊരു മൊഴിയായി ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാനെ നോക്കിയിട്ട് പറയുന്നു, ഇത് നിന്റെ അമ്മ. പ്രൈസ് ദി ലോർഡ്. മറിയെ യോഹന്നാന്റെ കയ്യിൽ സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക വാചകം കർത്താവ് പറയുന്നു. അവനെ നോക്കിക്കൊണ്ട് ആ സമയത്ത് യോഹന്നാന്റെ ഹൃദയം പൊട്ടുക. അങ്ങനെ ഒരു വേട് പറയണമെന്നുണ്ടെങ്കിൽ മരണം അടുക്കാറായി. തന്റെ അധികാര സീമകൾ മുഴുവനോ താഴ്ത്തി വെച്ചിട്ട് മരണത്തെ വരിക്കാൻ നിൽക്കുന്ന തന്റെ ഗുരുനാഥന്റെ മുഖത്തേക്ക് നോക്കി, നീയും മരണത്തിന് അധീനനാണോ എന്നൊരു ചോദ്യം അകത്ത് കിടക്കുകയാ. ആരോടും പറയുന്നില്ല. ഇത്ര പ്രഭയോടുകൂടി ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിത്വത്തോടുകൂടി നിരങ്ങത്ത് വന്നിട്ട് നീയും മരണത്തിന് അധീനനാണോ എന്നൊരു ചോദ്യമുണ്ടായാൽ കർത്താവിന്റെ മറുപടി, ഞാൻ മരണത്തിന് അധീനനായതുകൊണ്ടല്ല, നിനക്ക് ജയിക്കാൻ പറ്റാത്തതിനെ ജയിക്കേണ്ടതിന് നീ എടുക്കേണ്ട മരണത്തെ ഞാൻ എന്റെ ശരീരത്തിൽ വഹിക്കുകയോ. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഇരുൾ മൂടിയ പശ്ചാത്തലത്തിന്റെ അകത്ത്, ചെടികൾക്കിടയില്, വീടിന്റെ ടെറസില് അകത്തിരുന്നു കൊണ്ട് കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിന്റെ സ്വീകരണ മുറിക്കകത്ത് TV തരുന്ന സന്തോഷമല്ല ഇന്ന് രാത്രി നീ അനുഭവിക്കുന്നത്. ഭൂമിയിൽ ഇതുവരെ നിനക്ക് കിട്ടിയിട്ടില്ലാത്ത മഹാസന്തോഷം തരാൻ വേണ്ടി യേശു നിനക്ക് പകരക്കാരനായി കാൽവറിയിൽ തന്നെത്താൻ തകർത്തു കളഞ്ഞു. ഈ രാത്രി തിരിച്ചറിയുക, നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടാൻ യേശു തന്റെ ശരീരം ഏൽപ്പിച്ചു. യോഹന്നാൻ അത്ഭുതപ്പെടുക യേശുവിന്റെ ക്രൂശിൽ കണ്ടിട്ട്. അവിടെ കടന്നുകൊണ്ട് ലാസ്റ്റ് മൊഴി, പിതാവേ എന്റെ പ്രാണൻ നിന്റെ കയ്യിൽ തരുന്നെന്ന് പറയുമ്പോൾ വാവിട്ട് കരയാൻ ആരുമില്ല. പക്ഷെ യോഹന്നാൻ വാവിട്ട് കരകയാ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, സ്നേഹം എല്ലാവർക്കും ഒന്നും പ്രദർശിപ്പിക്കാൻ പറ്റത്തില്ല, സ്നേഹം എല്ലാവർക്കും എഴുതാൻ പറ്റത്തില്ല. സ്നേഹം അനുഭവിക്കുന്നവനെ സ്നേഹത്തിന്റെ തലം പിടുത്തം കിട്ടത്തുള്ളൂ. കാൽവറി ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് ദൈവസ്നേഹത്തിന്റെ ആഴമായ, അതിന്റെ പ്രതീകമായ ക്രിസ്തുവിന്റെ മഹത്വം കാണുന്ന ദൈവഭക്തൻ രണ്ടാമതായി പറഞ്ഞു, ഞാൻ ഇതുവരെ കാണാത്തൊരു രൂപം ക്രിസ്തുവിൽ കണ്ടു. അത് അധികാരത്തിന്റെ രൂപമല്ല, അത് തകർക്കപ്പെടുന്നവന്റെ രൂപം. വ്യാപരിക്കട്ടെ. സങ്കടത്തോടെ ആ ക്രൂശ് മരണത്തിന് ശേഷമായി ശരീരം എടുത്തു. ആരെയും ഇതുവരെ വെച്ചിട്ടില്ലാത്ത അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കകത്ത് ഏകദേശം 1 കോടി സംതിങ് രൂപ വരുന്നതായ, 3 കോടി സംതിങ് രൂപ വരുന്നതായ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൊണ്ട് അവന്റെ ശരീരത്തെ പൂശി അത് ശീലകൾ പോലെ ചുറ്റി അതിനകത്ത് കടത്തി കല്ലടയ്ക്കുന്നിടം വരെ യോഹന്നാൻ യേശുവിനെ വിട്ടു മാറിയില്ല. തിരിച്ചു പോകുന്ന ഓരോ ചുവടിലും ഹൃദയസ്പന്ദനങ്ങൾ വർദ്ധിക്കുന്നു. എല്ലാം അവസാനിച്ചു. 3.5 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഈ മഹാപ്രതിഭ 3.5 വർഷം കൊണ്ട് ഒതുങ്ങാൻ വേണ്ടി ആയിരുന്നോ രംഗത്ത് വന്നത്? അവന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ വർദ്ധിക്കുന്നു. നടപ്പിന്റെ അകത്ത് ചലന വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. സ്ഥലകാല പരിമിതികൾ മറന്നുപോകുന്നത് പോലൊരു തോന്നൽ. അടുത്തോട്ട് ചെല്ലുമ്പോൾ പേടിച്ച് വിറച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ ഗ്രൂപ്പിലേക്ക് അവനും അറിയാതെ ചെന്ന് കയറി. അവരുടെ അകത്ത് ഒരു ചോദ്യം, നമ്മുടെ ഗുരുനാഥൻ അദ്ദേഹം എന്നേക്കുമായി അവസാനിച്ചു. പക്ഷെ ആരോ ഒരാൾ പറഞ്ഞു, ഇല്ല, അവൻ മരണത്തെ ജയിച്ചു ഉയർക്കും. കാത്തിരുന്നു. നിങ്ങൾക്കറിയാമോ, 3-ാമത്തെ ദിവസം ഉയർപ്പിന്റെ പുലരിയില് എന്തോന്നറിയാമോ, രേഖകളെ തിരുത്തിക്കൊണ്ട്, മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട്, ക്രൂശിന്റെ പിന്നിൽ അണിനിറന്ന സകല മതഭ്രാന്തന്മാരുടെ വികാരങ്ങളെ തകർത്തുകൊണ്ട് നസ്രനായ യേശു ഉയർത്തെഴുന്നേറ്റു. കയ്യുയർത്തിരി ഹല്ലേലൂയ പറ. നസ്രനായ യേശു ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാർ കാത്തിരിക്കുന്ന തന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ 40 ദിവസത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ പ്രത്യക്ഷനായി നമ്മുടെ കർത്താവായ യേശു എടുക്കപ്പെടുകയാ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഇപ്പോൾ കാണുന്നത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരമാ. ഉയർത്തെഴുന്നേറ്റ ശരീരം യോഹന്നാൻ കാണുകയാ. അടുത്തത് നേരത്തെ കണ്ടത്, ആദ്യം കണ്ടത് യൗവനക്കാരൻ്റെ ശരീരം, രണ്ടാമത് കണ്ടത് യൗവനക്കാരൻ്റെ ദൈവത്വത്തിൻ്റെ ശരീരം, രണ്ടാമത് കണ്ടത് ക്രൂശിക്കപ്പെട്ട ശരീരം, മൂന്നാമത് ഇപ്പം കാണുകയാ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ശരീരം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് കണ്ടപ്പോൾ എന്താണെന്നറിയാമോ, എല്ലാവരും കൂടെ കൂടിയിരിക്കുന്ന ഈ മുറിക്കകത്തോട്ട് കയറി വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് കർത്താവ് പറയുമ്പോൾ ആരും താഴെ പോയില്ല, ആരും മരിച്ചവരെ പോലെ ആയില്ല. അവരെല്ലാം സന്തോഷിച്ചു. കാര്യം അത് അത്തുങ്ക തേജസ്സിന്റെ പ്രഭയോടുകൂടി അല്ല കർത്താവ് അവിടെ ഇറങ്ങിയത്, ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ശരീരത്തോടുകൂടി. അപ്പൊ യോഹന്നാൻ ചിന്തിച്ചോ, യോഹന്നാന്റെ മൂന്നാമത്തെ ചിന്ത, എൻ്റെ ഗുരുനാഥൻ ഇന്നലെ വരെ കണ്ടതുപോലെ അല്ല, അവൻ മരണത്തിന്റെ മേലും അധികാരമുള്ളവനാ. ഒന്നുകൂടി കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? മറ്റുള്ളവരെ ഉയർപ്പിക്കാൻ മാത്രമല്ല അവൻ അറിയാവുന്നത്, തൻ്റെ സ്വന്തം ശരീരത്തിലെ മരണത്തെ തകർക്കാനും കൂടി അവന് കഴിവുള്ളവനാണെന്ന് യോഹന്നാന്റെ ഹൃദയത്തിനകത്തൊരു ബോധ്യമുണ്ടാകുകയാ. ഇത്രയും ബോധ്യമുള്ള ഒരുവനെ മറ്റൊരു തലം കൂടെ വെളിപ്പെടുത്താൻ കർത്താവ് തീരുമാനിച്ചു. അതാണ് നമ്മൾ വായിച്ചത്. റോമാക്കാരുടെ പീഡ നിമിത്തം യെരുശലേമിന്റെ വാസം അവസാനിപ്പിച്ചു. നാടുകടത്തൽ പ്രത്യേക സമ്പ്രദായം നിലനിൽക്കുമ്പോൾ നാടുകടത്തപ്പെട്ടവനായി ഈജിയൻ കടലിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യ മൈനറിനോട് ചേർന്ന് കിടക്കുന്ന പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് ഈ ദൈവഭക്തൻ ചെന്ന് കാലി ചവിട്ടുകയാം. എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഇദ്ദേഹം ചെന്ന് കാലി ചവിട്ടുമ്പോൾ ആ പ്രത്യേക സ്ഥലത്ത് ഇറക്കിയിട്ട് ബോട്ട് മാറുന്നു. പടയാളികളോടൊപ്പം അദ്ദേഹം നടന്നു
നടന്നു പോകുമ്പോൾ ചിലതിൻ്റെയൊക്കെ തലയോട് കാണാം, ചിലതിൻ്റെയൊക്കെ അസ്ഥി കാണാം, വട്ടമിട്ട് പറക്കുന്ന കഴുകൻ പക്ഷികൾ കാണാം. ഭീകരത സൃഷ്ടിച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക ദ്വീപ്. ആ ദ്വീപിനകത്ത് പോകുന്നവന്റെ ജീവിത പ്രതീക്ഷ തന്നെ അവസാനിക്കുന്നത്. അതിനകത്തുകൂടി അവൻ ചവിട്ടിപ്പോകുമ്പോൾ യോഹന്നാന്റെ ഹൃദയത്തിന്റെ അകത്ത് അന്ന് കാൽവറിയിൽ നിന്ന് തിരിച്ചു പോരുന്ന ആ വേദനയുടെ തുടിപ്പല്ല, മറിച്ച് ആ നടപ്പിനകത്തൊരു ഉറപ്പുണ്ട്. എന്താ ഉറപ്പെന്നറിയാമോ? മരണത്തിന് ഒതുക്കാൻ പറ്റാത്ത ഒരുവനാ എന്റെ ഗുരുനാഥൻ. മരണത്തിന് ഒതുക്കാൻ പറ്റാത്ത ഒരു ഗുരുനാഥൻ എനിക്കുണ്ടെങ്കിൽ ഈ പ്രത്യേകമായ വിജനപ്രദേശത്തില് ആരും കാണാത്തത് എന്തോ ഒന്ന് എന്നെ കാണിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് അവൻ എന്നെ ഈ പ്രതലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ജയം വ്യാപരിക്കട്ടെ. അങ്ങനെ നടന്നങ്ങോട്ട് മുമ്പോട്ട് പോകുക. കാണാൻ കൊതിയോടുകൂടി നടന്നു മുമ്പോട്ട് പോകുമ്പോൾ ഹൃദയത്തിന്റെ അകത്തൊരാഗ്രഹം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു, കർത്താവേ, അന്ന് നീ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വെളിപ്പെട്ടതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഈ പത്മോസിലൊന്ന് ഇറങ്ങി വരികയാണെങ്കിൽ ഈ പുരുഷായുസ് മുഴുവനും ഇവിടെ കടന്ന് നരകിച്ചാലും കുഴപ്പമില്ലെന്ന് അവന്റെ ഹൃദയത്തിനകത്തുള്ള ഇന്റിമസിക്കകത്ത് നിന്ന് അവനൊരു ആഗ്രഹം പുറത്തെടുത്താകാം. ആ ആഗ്രഹം കണ്ടിട്ടാകാം, അല്ലെങ്കിൽ ആ ആഗ്രഹമില്ലെങ്കിലോ ഇനി ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് തന്നെ ചിന്തിക്കുക. അങ്ങനെ ആഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്നവൻ ഫ്രണ്ടോട്ട് നടക്കുമ്പോൾ പിന്നിൽ നിന്നൊരാൾ വിളിക്കുക. തിരിഞ്ഞു നോക്കിയപ്പോ പടയാളികളല്ല, തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കിന് അവിടുത്തെ പ്രത്യേകമായ ജനവിഭാഗങ്ങളല്ല, മറിച്ച് തിരിഞ്ഞു നോക്കിയപ്പോ കാണുക മാറത്ത് പൊൻകച്ച കെട്ടി 7 പൊന്നില വിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചവനായ തേജസ് വാരി ചുറ്റിയവനായ പുത്രനെ അവൻ കാണുകയാ. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ഈ രാത്രി കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തുകളിലൂടെ നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ അസാധാരണമായ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് തിരുവെഴുത്ത് കേട്ട സകല പ്രിയമുള്ളവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതിൻ്റെ മേതെ കർത്താവിൻ്റെ കൈ ചലിച്ചതിനായി സ്തോത്രം. രോഗങ്ങൾ അഴിഞ്ഞു, പ്രയാസങ്ങൾ അഴിഞ്ഞു, ബുദ്ധിമുട്ടുകൾ മാറി ഇന്ന് ദൈവം അവർക്കൊരു സ്വാതന്ത്ര്യം കൽപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. വിശ്വാസത്താൽ ലോകരാജ്യങ്ങളിലുള്ള എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ ആത്മാവിൽ ബ്ലസ് ചെയ്യുന്നു. മഹത്വം കർത്താവ് എടുക്കും, പ്രാർത്ഥന കേൾക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായി വ്യാപരിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മുതൽ 12:30 വരെ കോട്ടയം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ഞങ്ങളുടെ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞങ്ങൾ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കോട്ടയം പട്ടണത്തിൽ നിൽക്കാം, ലോകരാജ്യങ്ങളിൽ നിൽക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെന്നെ സാധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച പിന്നെയും കാണാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.